ഇവിടെ വരാതെ ഇവിടുത്തെ വിവരങ്ങളൊന്നും അറിയാതെ ചുമ്മാ അപരാധങ്ങളൊന്നും പറയാതെ. കേട്ടോടാ. അതാണ് ആൺകുട്ടികൾ. ഇതേതാ ഒരു പുതുമുഖം? കഞ്ചാവടിച്ച കോഴിയെ പോലെ ഇരുന്ന് പരുങ്ങുന്നത് കണ്ടോ? കറക്റ്റ്, പയ്യൻസ് ഒരു പുതുമുഖമാണ്. അരങ്ങേറ്റം ഇവിടെ തന്നെ ആവട്ടെന്ന് ഞങ്ങൾ കരുതി. അതിനെന്താ, നമുക്ക് തങ്കമണിയെ ഏൽപ്പിച്ചു കളയാം. അതെ അതെ, തങ്കമണിയാ പറ്റിയത്. ഇവന്റെ തന്തപടി പോറില്ല, ഒറ്റ മോന. ഇവനെ ലേലട്ടിറക്കേണ്ടത് നമ്മുടെ പൊതു ആവശ്യമാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, തങ്കമണി വേണ്ട. കുഞ്ഞുങ്ങളും പേടിച്ചാലോ? രാധയാവുമ്പോ ഒരു കുഴപ്പമുണ്ടാവില്ല. അവളും അത്തരക്കാരിയാണല്ലോ. ബാബുഞ്ഞെ പതുക്കെ സൂക്ഷിച്ച്. നിങ്ങൾ വെറുതെ ഇരുന്ന സമയം കളയണ്ട. ഇവിടുമാരൊക്കെ എവിടെ പോയി? രണ്ട് മാന്യന്മാർ വന്നിട്ട് എത്ര സമയമായി? ഓരോരുത്തരും വന്ന് വിളിച്ചിട്ട് പോവിനടി. ബാബുഞ്ഞെ വരൂ, പേടിക്കാതെ വരൂ. എന്തിനാ ഇങ്ങനെ സുഖത്ത് വിളിക്കുന്നത്? വെറുതെ ഒരു ആദ്യമാണ് അല്ലേ? നല്ല കുടുംബത്തിൽ നല്ല അച്ഛനും അമ്മയ്ക്കും ജനിച്ച കുട്ടിയാണെന്ന് തോന്നുന്നു. ഇത്ര ചെറുപ്പത്തിലെ വേശ്യാലയത്തിൽ വന്ന് എന്തിനു ജീവിതം നശിപ്പിക്കുന്നു? അനിയ, എന്റെ സ്വന്തം സഹോദരനെ പോലെ കരുതി ഞാൻ പറയുകയാണ്. ഈ അഴുക്കുചാലിൽ വീണിട്ടുള്ളവരാരും പിന്നെ രക്ഷപ്പെട്ടിട്ടില്ല. ഇവിടെ പലരും വരുന്നു, പോകുന്നു. പ്രായഭേദമില്ല, ജാതിഭേദമില്ല. പണം കൊടുത്താൽ ഏത് പകരുന്ന രോഗമുള്ളവർക്കും ഇവിടെ പ്രവേശനമുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാശ് കൊടുത്ത് സുഖം വാങ്ങാം, നിമിഷ നേരത്തെ സുഖം. പക്ഷേ അതോടെ നിങ്ങളുടെ പഠിപ്പും ആരോഗ്യവും ഭാവിയുമാണ് തകരുന്നത്. വലുതാകുമ്പോൾ നിങ്ങളുടെ കുടുംബജീവിതം തന്നെ താറുമാറായി പോകും. ദയവ് ചെയ്ത് ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടൂ. രക്ഷപ്പെടാനുള്ള അവസാനത്തെ അവസരമാണിത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അപ്പോ നിങ്ങൾ എന്തിനൂടെ കഴിയുന്നു? കഴിയാൻ ആഗ്രഹിച്ചതല്ല, ചതിവിൽ വന്നുപെട്ടതാണ്. എന്നാൽ രക്ഷപ്പെടാൻ നോക്കാത്തത്? അന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല, ഇനി രക്ഷപ്പെട്ടും ഫലമില്ല. അരുത്, ഇനി വലിക്കരുത്. ഈ ചേച്ചി പറഞ്ഞാൽ അനുസരിക്കില്ലേ? ഞാൻ പോകുന്നു. ഇനി ഇതുപോലുള്ള മറ്റൊരിടത്തേക്കും ഈ കാലുകൾ ചലിക്കരുത്. മരിച്ചു ജീവിക്കുന്ന ഒരു എളിയ സഹോദരിയുടെ അപേക്ഷയാണിത്. ഹലോ മീനമ്മ, ഹൗ ആർ യു? ഹായ് പീറ്ററോ. എന്റെ കാമുകി പറഞ്ഞ അവിടെ സംഗി, വാസന്തി, ജൂലി, മൈ ഡിയർ. ആരെയും തഴയുന്ന പ്രശ്നമേ ഇല്ല. എന്നാ ഇതെല്ലാരും കൂടെ വീതിച്ചെടുത്തോ. ലോട്ടറി അടിച്ചോ? ലോട്ടറി അടിച്ചില്ല, ഒരു സൂട്ട് കേസ് അടിച്ചു. ജയന്തി ജനത എക്സ്പ്രസ് അതിവേഗം പാഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നു. ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റ്. ഈ പെട്ടി എന്നെ നോക്കി ചിരിക്കുന്നു. ഉടമസ്ഥനെ എനിക്കറിയാം, 100-10 രൂപ പലിശ വാങ്ങിക്കുന്നവനാ. അയാള് ബാത്റൂമിൽ പോയതൊക്കെ നോക്കി ഞാൻ എവനെ അടിച്ചോണ്ടിഞ്ഞ് പോന്നു. ഈ പണം സമ്പാദിക്കാൻ പറ്റിയതല്ല. ബാക്കി നീ നമ്മി വെച്ചോ. ടീച്ചർ, എന്റെ ക്യാരക്ടർ ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളത് സി മാത്രമാണ്. അതുകൊണ്ടാണല്ലോ പെട്ടിയോടെ തന്നത്. രാധമ്മ ഇവിടെ എന്നെ ചതിച്ചു പീറ്റർ. എന്നെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഒന്ന് രക്ഷപ്പെടുത്താമോ?
ശരി, ഞാൻ രക്ഷപ്പെടാം. അവരറിയാൻ വിടില്ല. എന്നെ ഇവിടെ ആരും തടയില്ല. വേഗം തയ്യാറായിക്കൊള്ളൂ. അപ്പോഴേ നിന്നമ്മ ആ വന്നോ? പിന്നെ ബാക്കിയെല്ലാം പറഞ്ഞതുപോലെ പോവാം. നീയാണടാ പീറ്റർ? നിന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. യാതൊന്നും വിഷമിക്കാതെ, ഞാൻ ഉടനെ മടങ്ങി വരും. വന്നാൽ ഉടനെ ശരിയാക്കും. ഉടനെ ഇങ്ങ് വരും. മജിസ്ട്രേറ്റ് നിന്റെ തന്തയല്ലേ? എന്റെ തന്തയ്ക്ക് പറയല്ലേ സാറേ, എന്റെ തന്ത മജിസ്ട്രേറ്റല്ല, പാലത്തിങ്കൽ പൗലോസാ. പിന്നെ ഞാനൊരല്പം പെശക. ദേഹം ഇളക്കല്ലേ സാർ. സാർ എന്നെ അറസ്റ്റ് ചെയ്യും, കോടതി ജയിലയക്കും. അവധി കഴിഞ്ഞ് വീണ്ടും പുറത്തു വരും, വീണ്ടും ഓടിക്കും. മോഷണത്തിന് വധശിക്ഷ ഒന്നുമില്ലല്ലോ. നടക്കാം. കൊണ്ടുവന്നതെല്ലാം വീതിച്ച് തീർന്നുപോയി സാറേ. സാറിന് തരാനൊന്നുമില്ലല്ലോ. അടുത്ത പ്രാവശ്യം വരുമ്പോ 50-50. ഇതാണടാ പെട്ടി. അതെ, എടുക്കാം. ഇങ്ങനെ അമ്മയ്ക്ക് വിധിച്ചിട്ടില്ല. അടുത്ത പ്രാവശ്യം ഇതിൽ കൂടുതൽ നോക്കാം. നടക്കാം. നടക്കടാ. അവന്റെ നാശം. അയ്യോ, എന്താ വസന്തി? ഇത് കണ്ടോ? ഒരുത്തൻ സിഗരറ്റ് വെച്ച് പൊള്ളിച്ചതാ. അവനൊരു രസം. കണ്ടവന്റെ പണം വാങ്ങിച്ച് നീ ഇവിടെ ഇരുന്ന് കൊള്ളുന്നോ? അയാൾ അവിടെ കിടന്ന് തെറി പറയുന്നു. എനിക്ക് ചെല്ലടി അങ്ങോട്ട്. ഇത് കണ്ടോ? ഞങ്ങളും മനുഷ്യരല്ലേ, ജീവനോട് ചുട്ടുകരിച്ചാലോ? വരുന്നവരുടെ ഇഷ്ടത്തിന് നിന്ന് കൊടുക്കണോടി, അതിനാ അവര് പണം തരുന്നു. എനിക്ക് വയ്യ. അയാൾ കണ്ടമാനം കുടിച്ചിരിക്കുന്നു. വേറെ വല്ലവരെയും പറഞ്ഞു വിട്. അയാൾക്ക് നിന്നെ തന്നെ വേണോന്ന്. എനിക്ക് വയ്യെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞതനുസരിക്ക്, ഇല്ലെങ്കിൽ കൊന്നു കെട്ടിക്കും. എന്നാ അങ്ങനെ നടക്കട്ടെ. പൊടി അങ്ങോട്ട് പോവാനാ പറഞ്ഞത്. നീ പോവില്ലോ. ഞാൻ സസ്പെൻഷനിലാണ്. പകരം വരുന്നത് ആരായിരിക്കും? നിനക്ക് പകരം വരുന്നവരെ നോട്ടോ അല്ലേടി? എന്റെ കാര്യം ഒരു പ്രശ്നമല്ല. അവനിപ്പോ ഞാൻ എന്ത് വേണമെന്നാ പറയുന്നേ? ആ കള്ളം പീറ്റർ നിനക്കും എനിക്കും എതിരായി പരാതി വെച്ചിട്ടുണ്ട്. അന്വേഷണത്തിന് ആള് വരുമ്പോ രാധ ഇവിടെ കാണരുത്. മീനാമെന്നല്ലേ പേര്? അതെ, മനസ്സിലായില്ലല്ലോ. പോലീസ്? വെറും പോലീസ് അല്ല, വിജിലൻസ്. ഇവിടെ രാധ എന്നൊരു പെൺകുട്ടിയെ അന്യായ തടങ്കലിൽ വെച്ചിട്ടുണ്ടോ? സാറേ, തടങ്കലിലൊന്നും അല്ല, അവളുടെ സമ്മതത്തോടു കൂടിയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. വിളിക്കാവളെ. രാധേ, മോളെ രാധേ. നിന്നെ ഇവരിവിടെ തടഞ്ഞു വെച്ചിരിക്കുകയാണല്ലേ? അതിന്റെ പെട്ടിയ സാധനങ്ങളൊക്കെ എടുക്ക. പറഞ്ഞു കേട്ടില്ലേ? പോലീസാണ് പെണ്ണെ, എടുത്തോണ്ട് പോ. ആരോരും ഇല്ലാത്ത പാവപ്പെട്ട പെൺകുട്ടികളെ ബലാത്കാരമായി കൊണ്ടുവന്ന് നിർബന്ധിത വ്യഭിചാരം നടത്തുകയാണല്ലേ? അയ്യോ സാറേ, അങ്ങനെ ഒന്നുമില്ല. സാറോ? ഇതുപോലെ എത്ര പേരുണ്ട് ഇവിടെ? ചോദിച്ചേട്ടില്ലേ? സാറേ, ഇവളല്ലാതെ മറ്റാരും ഇല്ല. ഞാനും കൂടി വരുന്നു സാർ. പോകണ്ടവരൊക്കെ പോവി. വരൂ. അവളെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും അറിയാൻ ഞാനോ?
എല്ലാം വലിച്ചെറിഞ്ഞ് ഞാൻ ഓടിയെത്തിയത്. സോമനോടെ മറന്നേക്ക്. നിനക്ക് നല്ല ഒരു ഉദ്യോഗമുണ്ട്, ആവശ്യം പോലെ പണമുണ്ട്. വേറെ ഒരു വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാൻ നോക്ക്. ഞാൻ അവളെ തിരക്കി. ഒടുവിൽ ഇവിടെ ഉണ്ടെന്ന് ആരോ പറഞ്ഞു. കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത്. സോമൻ രാധയെ കാണാതിരിക്കുന്നതാണ് നല്ലത്. ഒന്നും ആ കുട്ടിയുടെ തെറ്റല്ല. പക്ഷേ ഇന്ന് രാധ രാധ അവൾ ഇന്നൊരു വേശ്യയാണ്. എന്ത് മകടാ? ഇല്ല, അവൾ ഒരിക്കലും അങ്ങനെ ആവില്ല. ഞാൻ അവളെ കണ്ടു. ഒരു വേശ്യാലയത്തിൽ രക്ഷപ്പെടുത്താൻ നോക്കി, നടന്നില്ല. എന്തായാലും എനിക്കിവളെ കാണണം, എനിക്കിവളെ കാണണം. എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. എന്റെ ഭർത്താവ് നിന്നോട് ഒരു ചതിയും ചെയ്തിട്ടില്ല. മീനാമ്മയുടെ അവിടുന്ന് നിന്നെ മാറ്റി നിർത്തണമെന്ന് ആ ഇൻസ്പെക്ടറാ പറഞ്ഞത്. ഇൻസ്പെക്ടർ പറഞ്ഞാലും മീനാമ്മ പറഞ്ഞാലും വിജിലൻസ് ആണെന്നും എന്നെ രക്ഷിക്കാനാണെന്നും ഭാവിച്ചു വന്നത് നിങ്ങളുടെ ഭർത്താവല്ലേ? വേണ്ടപ്പെട്ടവർ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വേഷം കെട്ടാതിരിക്കാൻ പറ്റുമോ? പിന്നെ ഇതിന് രക്ഷപ്പെട്ടിട്ട് എങ്ങോട്ട് പോകാമെന്ന് നിന്റെ വിചാരം? ദൈവം വിചാരിച്ചാലും ഈ ജന്മം നമുക്ക് വേറെ രക്ഷയൊന്നുമില്ല രാധേ. ഒരിക്കൽ വഴിതെറ്റിയവൾ എന്നും പതിവ് തന്നെ. മരണത്തിനെ ഇനി നമ്മെ രക്ഷിക്കാൻ കഴിയും. ആ ചേച്ചി, എനിക്ക് അവിടത്തേക്കാൾ ഇവിടെ വളരെ ഇഷ്ടപ്പെട്ടു. ഞാനിതാ കുളിച്ച് റെഡിയായി ഡ്രസ്സൊക്കെ മാറിയിട്ടാ ചേച്ചി കാണാൻ വന്നത്. നീ മിടുക്കി, ജീവിക്കാൻ അറിയാം. കുഞ്ഞേ, നീ ഇവിടെ കണ്ടു പഠിക്ക്. ഇവിടുന്ന് പോയാൽ നീ രക്ഷപ്പെടുമെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ പറ, എന്ന് ഞാൻ പറഞ്ഞേക്കാം. നിർബന്ധിച്ചാരെയും ഞാനിവിടെ നിർത്താറില്ല. പക്ഷെ നീ ഒന്നോർക്കണം, ഒരിക്കൽ ചീത്തയായവൾ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ചീത്തയായവളാണ് എന്നത്തേക്കും. സ്വന്തം വീട്ടുകാരുടെ മുൻപിൽ പോലും അങ്ങനെയാ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി നിന്റെ ഇഷ്ടം. എന്റെ പൊന്നു പീറ്ററെ, ഞാൻ പറയുന്ന വിശ്വസിക്കുക. അവളിവിടെ ഇല്ല. എന്റെ ഈശോയെ, ഓരോ പ്രാവശ്യം ജയിലിൽ നിന്ന് വരുമ്പോഴും ഓരോരുത്തരെ കാണാനില്ലല്ലോ. എന്റെ പൊന്നു മീനാമ്മേ, ഞാനിപ്പോ 10 പണം പിടിക്കാനുള്ള ഒരു കോളും കൊണ്ടാ വന്നിരിക്കുന്നത്. അവളുടെ ഒരു പഴയ കാമുകം വന്നിട്ടുണ്ട്. അതിനിപ്പോ ഞാനെന്തോ വേണം? അവളവിടെ പാട്ടിന് പോയില്ലേ? ഞാൻ എന്തോ ചെയ്യും? പീറ്ററെ, പീറ്ററിനോട് ഞാൻ എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടോ? എന്നോട് കള്ളം പറയും. കടയിൽ തിരക്കാണ് വെച്ചാ അവളിപ്പോ എത്തും. സാറിനെ പോലെ നല്ലൊരു മനുഷ്യന് ഇങ്ങനൊരു ഗതി വന്നല്ലോ. അപ്പൊ ഇനി ജോലി തിരിച്ചിട്ടില്ലേ സാർ? ഇല്ല, കേസിന് വേണ്ടി എല്ലാം തൊലച്ച് മാത്രം മിച്ചം. ജോലി ഉണ്ടായിരുന്നപ്പോ സാർ എത്ര പേരെ സഹായിച്ചിട്ടുള്ള ആളാ. ഞാൻ മദ്രാശിക്ക് പോയത് തന്നെ സാറിന്റെ പണം കൊണ്ടല്ലേ. സാറിന്റെ കഥകൾ കേട്ടപ്പോ എനിക്ക് വല്ലാത്ത ദുഃഖം തോന്നുന്നു. സാർ, വേണ്ട, എനിക്ക് സഹായങ്ങൾ ഒന്നും വേണ്ട. ഞാനത് സ്വീകരിക്കുകയില്ല. സാർ അങ്ങനെ വിചാരിക്കരുത്. എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് സാർ. വേണ്ട, ഞാൻ വിളിപ്പിച്ച കാര്യം പറയാം. എന്റെ മൂത്ത മകള് ശാരദ SSLC പാസ്സായി വെറുതെ നിൽക്കുകയാണ്. ടൈപ്പ് റൈറ്റിംഗ് ലോവറും ഹയറും പാസ്സായിട്ടുണ്ട്. രാവിലെ വിചാരിച്ചാൽ സാർ അത് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. അവൾക്കൊരു ജോലി കിട്ടിയിരുന്നെങ്കിൽ ഒരു സഹായമായേനെ. കാപ്പി. ശാരദ മൂത്തവൻ. ഇളയ കുട്ടികളൊന്നും കണ്ടിട്ടുണ്ടോ സാർ? വടക്കേ വീട്ടിലെ പശുത്തൊഴുത്തിൽ ഇലക്ട്രിക് ലൈറ്റ് ഉണ്ട്. അവിടെ ചെന്നിരുന്ന് പഠിക്കുക. സാർ, ഞാൻ കാര്യം ചെയ്യാം. ഞാനും ഭാര്യയും മറ്റന്നാൾ തിരിച്ചു പോകും. ശാരദ കൂടി ഞങ്ങളും കൊണ്ടുപോയിക്കോളാം. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. അവൾക്കൊരു ജോലി കിട്ടിയാൽ ഈ വീട്ടിൽ ഒരു നേരത്തെ പട്ടിണിയെങ്കിലും മാറും. മറ്റന്നാൾ രാവിലെ പുറപ്പെടാൻ തയ്യാറായിരുന്നു ശാരദ.
മാറിക്കോ മാറിക്കോ. ചേച്ചി നാട്ടിൽ പോയിട്ട് ഞങ്ങൾക്ക് എന്താ കൊണ്ടുവന്നത്? നിനക്കൊക്കെ പറ്റിയ ഓരോ ഭർത്താക്കന്മാരെ കൊണ്ടുവന്നു. അതിന് ഞങ്ങൾക്കിവിടെ പഞ്ഞമില്ലല്ലോ. എടേ നിന്റെ ഡിസ്മിസലിന് സമയമായി. നിക്കറിന് 5 രൂപ കട്ട്. ഏതാ ഈ കുട്ടി? നാട്ടിലുള്ളതാ, ശാരദ. ചേട്ടന് വേണ്ടപ്പെട്ട പെണ്ണാണ്. ആ ബെറ്റി, ശാരദ നിന്റെ കൂടെ താമസിക്കും. വിളിച്ചോണ്ട് പോ. വരൂ ശാരദ. പുതിയ ഇറക്കുമതിയാണല്ലോ. ABCD യോട്ട് പഠിപ്പിക്കേണ്ടി വരുമെന്നാ തോന്നണേ. എന്തായാലും വന്ന പാടെ വല്ലതൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാതെ അവരോരോ മുറി പോ. എന്നെ എന്റെ വീട്ടിലേക്ക് അയച്ചാ മതി. ശരി പൊയ്ക്കോളൂ. ശരി പൊയ്ക്കോളൂ എന്ന് പറഞ്ഞാ മതിയോ? ഇവിടെ നിന്നൊക്കെ പോയി നാട്ടിൽ പാട്ടാക്കിയാലേ നമ്മുടെ മാനമാ പോകുന്നത്. നിന്റെ വീട്ടിലെ ദാരിദ്ര്യം കണ്ടിട്ടാ ഞങ്ങളെ മണ്ടത്തരം കാണിച്ചത്. നീ കുറച്ചും കൂടെ ബുദ്ധിമുട്ടിയായിരിക്കും ഞാൻ വിചാരിച്ചു. മാനം വിറ്റ് ജീവിക്കുന്നതാണോ ബുദ്ധി? അതെ, മാനമല്ല, വേണ്ടി വന്നാൽ എന്തും വിൽക്കണം. പക്ഷെ അത് നല്ല വിലയ്ക്ക് വിൽക്കുന്നതിലാണ് സാമർഥ്യം. നിലയുമുള്ള പല മാന്യന്മാരുടെ ഭാര്യമാരും ഇവിടെ വന്നു പോകുന്നത് നിനക്കറിയാവോ? ഭാര്യമാരെ ഉപയോഗിച്ച് സ്ഥലമാറ്റം, പ്രമോഷൻ ഇതൊക്കെ നേടിയെടുത്ത വലിയ അങ്ങട്ടമാരെ ഞാൻ നിന്നെ കാണിച്ചു തരാം. അങ്ങനെ ബുദ്ധിയുള്ളവർ ഓരോന്നും നേടും. എടീ, നിനക്കറിയാമോ, മന്ത്രിമാര് വരെ വിചാരിച്ച് നടക്കാത്ത കാര്യം ഇദ്ദേഹം ഒന്ന് ഫോൺ എടുത്ത് കറക്കിയാൽ അപ്പൊ നടന്നിരിക്കും. എന്തായാലും ഞാനില്ല. ഞാനായിട്ട് നിന്നെ നിർബന്ധിച്ച് ചീത്തയാക്കുന്നില്ല. ഈ നാട്ടിൽ പെമ്പിള്ളേരെ കിട്ടാനാണോ പഞ്ഞ? എനിക്ക് നീ ആയാലെന്ത്, ഇന്നൊരുത്തി ആയാലെന്ത്, എനിക്ക് വേണ്ട എന്റെ കമ്മീഷൻ മാത്രം. ഇവിടെ വന്നിട്ടുള്ള ഒരു പെൺകുട്ടികൾക്ക് ഒരാപത്തും സംഭവിച്ചിട്ടില്ല. അതിനുള്ള കപ്പാസിറ്റി, ഇൻഫ്ലുവൻസ് ഒക്കെ എനിക്കുണ്ട്. ഇവിടുന്ന് പണം ഉണ്ടാക്കി പോയി വിവാഹം ചെയ്ത് ജീവിക്കുന്നവർ എത്ര പേരുണ്ടെന്നറിയാമോ?